അതായത് ഷഫീഖ്, ഇന്നലെ നമ്മൾ കുഞ്ഞികൃഷ്ണനോടക്കം ഈ കാര്യം ചോദിച്ചിരുന്നു. ടി.ഐ. മധുസൂദനന്റെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട് ഈ ഒരു തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന കാലത്ത് ഇത്തരം ഒരു ആരോപണം ഉയരുമ്പോൾ ആ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിൽ CPM പുനരാലോചന നടത്തുമോ എന്ന ചോദ്യത്തിന് അത് CPM പാർട്ടി തന്നെ തീരുമാനിക്കേണ്ടതാണ്, പക്ഷേ വ്യക്തിപരമായി മത്സരിക്കേണ്ട പാടില്ല എന്നാണ് അഭിപ്രായം എന്നുകൂടി അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ ഇപ്പോൾ ഇങ്ങനെ ഒരു വിവാദം ഉയർന്ന ഒരു പശ്ചാത്തലത്തിൽ ഒരു പക്ഷേ പാർട്ടിയിൽ അക്കാര്യത്തിലൊരു പുനർവിചിന്തനം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കേണ്ടതുണ്ടോ? കാരണം ഇന്നലെ അടക്കം ഈ ആരോപണങ്ങളെ പൂർണ്ണമായും തള്ളിപ്പറഞ്ഞുകൊണ്ട് ഒരു വ്യക്തിയും അത്തരത്തിലൊരു ധനാപഹരണം നടത്തിയിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് പൂർണ്ണമായും ഒരു കവചം സൃഷ്ടിക്കുന്നതാണ് നമ്മൾ കണ്ടത്. അപ്പോൾ ഒരു സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും ഒരു പുനർവിചിന്തനം ഉണ്ടാകുമെന്നുള്ള ഒരു സൂചനകൾ ലഭിക്കുന്നുണ്ടോ നമുക്ക്? പയ്യന്നൂർ മണ്ഡലത്തിൽ മത്സരിക്കാനുള്ള സ്ഥാനാർത്ഥിത്വം രണ്ടാം തവണയും നൽകാനുള്ള മധുസൂദനൻ നൽകാനുള്ള തീരുമാനത്തിനെതിരെയാണ് വളരെ ശക്തമായ ആരോപണവുമായി കുഞ്ഞികൃഷ്ണൻ രംഗത്ത് വരുന്നത്. ഇതിൽ കുഞ്ഞികൃഷ്ണൻ മാത്രമല്ല, പാർട്ടിയുടെ അകത്തുള്ള മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെ ഇതിന് പിന്തുണയുണ്ട് എന്ന് തന്നെ നമ്മൾ കരുതണം. പാർട്ടി CPM പോലുള്ള ഒരു പാർട്ടിയിൽ ജില്ലാ കമ്മിറ്റി അംഗം തുറന്നു പറയുന്നത് ഒറ്റക്കെടുത്ത ഒരു തീരുമാനത്തിന്റെ ഭാഗമല്ല, വിമതരായി മത്സരിച്ച നേതാക്കളുടേതടക്കമുള്ള പിന്തുണ, വലിയ പിന്തുണ ഈ പാർട്ടിയിൽ ഉണ്ട് എന്ന ധൈര്യത്തിലാണ് ഇത്തരം ഒരു പരസ്യ പ്രസ്താവന തന്നെ നടന്നത്. അതുകൊണ്ട് ഇത് ഒരാളെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്നതോടുകൂടി CPM-നകത്ത് ഉയർന്നു വന്ന ഈ രക്തസാക്ഷി ഫണ്ട് തിരിമറിയുമായി ബന്ധപ്പെട്ട വിഷയം കെട്ടടങ്ങും എന്ന് പറയാൻ കഴിയില്ല. കാരണം അത്തരത്തിൽ ധാരാളം നേതാക്കളുടെയും പ്രാദേശികമായി ഉള്ള നേതാക്കളുടെയും ഒക്കെ പിന്തുണയും ഈ വിഷയത്തിൽ കുഞ്ഞികൃഷ്ണനുണ്ട്. അത്തരത്തിൽ ഒരു പ്രസ്താവന നടത്തുന്നതിന് ധൈര്യം പകർന്നതും അതുതന്നെയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് പയ്യന്നൂരിൽ രണ്ടാം തവണ മത്സരിക്കുക എന്നത് മധുസൂദനനെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതിസന്ധിയായിരിക്കും. ഈ വിഷയം പ്രതിപക്ഷ സംഘടനകൾ ഏറ്റെടുക്കുന്ന ഒരു ഘട്ടത്തിൽ സ്ഥാനാർത്ഥികളെ മാറ്റുന്നതിനെ കുറിച്ചുള്ള ഒരു ആലോചനയടക്കം CPM കടക്കേണ്ടി വരും. അത്തരം ഒരു കാര്യത്തിലേക്ക് ഉള്ള സൂചനയും ഇന്ന് സെക്രട്ടേറിയറ്റിൽ സ്വാഭാവികമായും ചർച്ച ചെയ്യും. പക്ഷേ ഇത് പാർട്ടി അംഗീകരിക്കാൻ, ഇത്തരത്തിൽ ഒരു തിരിമറി നടന്നു എന്ന് അംഗീകരിക്കുന്നതിലേക്ക് കാര്യങ്ങൾ എത്തില്ല. അത് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഗുരുതരമായ ഒരു സാഹചര്യമാവും. അതുകൊണ്ട് തീർച്ചയായും MLA സംരക്ഷിക്കുന്ന സ്വഭാവത്തിലുള്ള ഒരു തീരുമാനവും അതോടൊപ്പം തന്നെ വെളിപ്പെടുത്തൽ നടത്തിയ ജില്ലാ കമ്മിറ്റി അംഗത്തിനെ പാർട്ടിയിൽ നിന്ന് പുറത്തടക്കുന്നതടക്കമുള്ള ശക്തമായ നടപടിയും തന്നെയാവും ഇന്ന് സെക്രട്ടേറിയറ്റിൽ ഉണ്ടാവുക എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്.